നിയമസഭകൾ പാസാക്കിയ ബില്ലിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് 3 മാസത്തെ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകാൻ കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉടൻ തന്നെ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. സമയപരിധി നിശ്ചയിച്ചത് പുനഃപരിശോധിക്കണമെന്നും കേന്ദ്രത്തിന്റെ വാദങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുമാണ് സർക്കാരിന്റെ വാദം. ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹദേവൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് നിയമസഭകൾ പാസാക്കിയ ബില്ലിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് 3 മാസത്തെ സമയപരിധി നിശ്ചയിച്ചത്. തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവച്ച ശേഷം രാഷ്ട്രപതിക്ക് അയച്ച തമിഴ്നാട് ഗവർണർ RN രവിയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച വിധിയിലാണ് സുപ്രീം കോടതി രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചത്. തീരുമാനം വൈകിയാൽ അതിനുള്ള കാരണം സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിക്കണം. തീരുമാനം വൈകുന്നത് കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രപതി പാലിക്കേണ്ട നടപടിക്രമങ്ങൾ. ഗവർണർ ബിൽ അയച്ച് 3 മാസത്തിനകം രാഷ്ട്രപതി രണ്ടിലൊരു തീരുമാനമെടുക്കണം. ഒന്നുകിൽ ബിൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ എതിർക്കുക. രാഷ്ട്രപതി തിരസ്കരിക്കുന്നതിന് മണി ബിൽ അല്ലെങ്കിൽ അത് നിയമസഭയുടെ പുനഃപരിശോധനയ്ക്കും ഭേദഗതിക്കുമായി തിരിച്ചയക്കാൻ ഗവർണർക്ക് രാഷ്ട്രപതി നിർദ്ദേശം നൽകണം. തുടർന്ന് നിയമസഭ പുനഃപരിശോധന കഴിഞ്ഞ് 6 മാസത്തിനകം ബില്ല് വീണ്ടും രാഷ്ട്രപതിക്ക് അയക്കണം. ബില്ല് അനന്തമായി അയക്കുന്നതും ഒഴിവാക്കണം. രാഷ്ട്രപതി നിർദ്ദേശിച്ച ഭേദഗതി ഉൾപ്പെടുത്തിയോ അല്ലാതെയോ നിയമസഭ രണ്ടാമതും അയക്കുന്ന ബില്ല് രാഷ്ട്രപതിക്ക് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാം. എന്നാൽ അതിലും വീറ്റോ അധികാരമില്ല. തീർത്തും നിയമപരമോ ഭരണപരമോ ആയ സാധുത പറഞ്ഞ് ബില്ല് പിരിച്ചുവെക്കാൻ സർക്കാരിനും രാഷ്ട്രപതിക്കും അധികാരമില്ല.